വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കാണിച്ചു തരാം. ടടാ, ഇതിപ്പോൾ നമുക്ക് പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഒരു മാതള നാരങ്ങയാണ് അല്ലേ? മാതള നാരങ്ങയാണ്. ഇതാ, ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു പുളിങ്കറി ഉണ്ടാക്കാം. ഇവിടെ ഞങ്ങളുടെ പറമ്പിൽ വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്. ജാമ്പക്കയുണ്ട്, പേരക്കയുണ്ട്. അപ്പോൾ അതിൽ പേരക്ക ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പേരക്ക. ഇപ്പോൾ 2 ഇവിടെ ഉണ്ടായിട്ടുണ്ട്, 2 ഇനി വേറെ സൈഡിലും ഉണ്ട്. ഇതങ്ങനെ എപ്പോഴൊന്നും കഴിക്കില്ല കേട്ടോ, അതിന് തോന്നിയാൽ മാത്രം വല്ലപ്പോഴും കഴിക്കുമ്പോൾ കിട്ടുന്നതാണ്. വേറെ 2. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പേരക്ക. ഇനി നമുക്ക് നേരെ പുളിങ്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാതള നാരങ്ങ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് അതിൻ്റെ നടുവേ മുറിക്കുക, പിന്നെ അതിൻ്റെ മേലത്തെ ഭാഗവും താഴത്തെ ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ നടുവിലത്തെ അല്ലികളെ ഒന്ന് എടുത്ത് കളയണം. കാരണം അതിന് നല്ല പുളിപ്പാണ്, അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്കൊന്ന് നടുവിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഇതിനെ കുഞ്ഞു കുഞ്ഞു സ്ലൈസസ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പം ഞാൻ അതിനെ ആദ്യം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് വിലങ്ങനെയും കൂടി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. കണ്ടോ? ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്നത് പുളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കൈ ഫുള്ളായിട്ടുള്ളൊരു പിടിയാണ് പുളി എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നമുക്കൊന്ന് അലിയിച്ചെടുത്തിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് പുളിയുടെ വെള്ളം എടുക്കണം. അപ്പം ഞാൻ അതിനെ നല്ലോണം അലിയിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ അധികമായി പോകണ്ട, കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഇത്രയും ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അഥവാ കട്ടകൾ ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അവിടേക്ക് ചട്ടി കയറ്റി വയ്ക്കാം. ഇനി ഈ പുളിയുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഞാൻ 3 എടുത്തിട്ടുണ്ട്, 1 ആണി വെല്ലം, കറിവേപ്പില. ഇപ്പം നമ്മുടെ പുളിയുടെ വെള്ളം കുറച്ച് തിളച്ച് തുടങ്ങി. അത് നന്നായിട്ടൊന്ന് കുറുകട്ടെ. ഇപ്പം നന്നായിട്ട് അതൊന്ന് കുറുകി തിക്കായി വരുമ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ അതിൻ്റെ പിന്നാലെ വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാതള നാരങ്ങ ഞാൻ വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചാണ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാതള നാരങ്ങയൊക്കെ നന്നായിട്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ആണി വെല്ലം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ആഡ് ചെയ്ത വെള്ളം ഓൾമോസ്റ്റ് അലിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ 1 ആണി വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് മധുരം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 2 ആണി വെള്ളം ചേർത്തത്. നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മാതള നാരങ്ങയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പം ഗ്യാസ് ഓഫ് ചെയ്യാം. പുളിങ്കറി ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിനൊന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഇടുക. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു വറ്റൽമുളകിന് 2ആയിട്ട് കീറിയിട്ട് അതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് താളിച്ച് നമ്മുടെ പുളിങ്കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പം നമുക്കിനി വീണ്ടും വേറൊരു വ്ളോഗായിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.